ബസ്സിലോ ട്രെയിനിലോ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അതിനോട് റിയാക്ട് ചെയ്യാനും അതിനെ പറ്റി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാനും ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അഫ്കോഴ്സ് നമുക്ക് സൊസൈറ്റി നല്ല പോലെയല്ല അതിനോട് നമ്മുടെ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ റിയാക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഐ തിങ്ക് അപ്രോപ്രിയേറ്റ്, ബട്ട് ഐ തിങ്ക് ആ ഒരു സ്പേസ് ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ. ഈ അബ്യൂസുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വിക്ടിംസിനൊക്കെ നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ തെറാപ്പി അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നവർക്ക് ഇവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഇവരുടെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണം എന്നതിന് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്. പലപ്പോഴും ഇത് കിട്ടാത്തത് കൊണ്ട്, ഇത് ലഭിക്കാത്തത് കൊണ്ടാണല്ലോ പലതരത്തിലുള്ള നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ വിക്ടിം ബ്ലെയിമിങ് നടക്കുന്നുണ്ട്, വിക്ടിംസിന് തന്നെ കുറ്റബോധങ്ങൾ വരുന്നത്, ഗിൽട്ടി ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? നമ്മളിപ്പോൾ ഈ ഒരു വിക്ടിംസിന് കൊടുക്കേണ്ട സപ്പോർട്ടിന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മൈൻഡ് സെറ്റിന് വേണ്ട ഒരു മാറ്റം ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്നാലാണ് നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു വിക്ടിംസിന് കിട്ടാവുന്ന ഹെൽപ്പിൻ്റെ ഒരു റീസോഴ്സസ് ഉണ്ടല്ലോ, അതിന് ആക്സസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി കുറയണം. കാരണം ലൈക്ക് ഐ സെഡ് ഏർലിയർ, ഇപ്പോൾ ലോകത്തിപ്പോൾ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും അബ്യൂസ് വിക്ടിംസിന് ലഭിക്കേണ്ട ഹെൽപ്പ് കിട്ടുന്നില്ല. കാരണം കുറേ ബാരിയേഴ്സ് ഉണ്ട്. ബാരിയേഴ്സ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ ആദ്യം പറഞ്ഞ പോലത്തെ മെൻ്റൽ ഹെൽത്ത് കൺസേൺസിന് ഇപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, PTSD അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബാരിയറായി വരും. ഇനിയിപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊരു ബാരിയറാണ്. സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ അതൊരു ബാരിയറാണ്. സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊരു ബാരിയർ. പിന്നെ ബോഡി ഇമേജസ് ഉണ്ടെങ്കിൽ അതൊരു ബാരിയർ. എല്ലാം ഈ കാര്യങ്ങൾ ഓരോന്നും ബാരിയറാണ്. പിന്നെ അഫ്കോഴ്സ് ദി മെയിൻ തിങ് ഈസ് ഈ ഒരു ആൾക്കാരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, ഗിൽട്ട്, ഷെയിം, അങ്ങനത്തെ ഈ ഒരു ദ സ്റ്റിഗ്മ സറൗണ്ടിങ് അബ്യൂസ്, അതാണ് ഏറ്റവും വലിയ ബാരിയർ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞല്ലോ പെർസെൻറ്റേജ് വളരെ ലോ ആണ് അവർക്ക് കിട്ടേണ്ട ഹെൽപ്പ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഫസ്റ്റ് തിങ് ഇസ് ടു ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ സേഫ് എൻവയൺമെൻറ്റ്. ഒരു നോൺ ജഡ്ജ്മെൻറ്റലും കമ്പാഷനറ്റും സേഫായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് നമ്മുടെ അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന ജനറേഷൻസിന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. To kind of make sure that they know that they have a space to share their feelings, to talk about their story. Adana is I believe that's the most important thing. And that കാരണം അതാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടുന്ന് then they'll have the confidence. പിന്നെ മെല്ലെ മെല്ലെ they'll gain the confidence to actually get professional help. ഇപ്പോൾ തെറപ്പിക്ക് choosing therapy, things like that. അങ്ങനെയാണ് നമുക്ക് പിന്നെ ഓഫ് കോഴ്സ് ഈ ഓർഗനൈസേഷൻസ് നടത്തുന്ന അവയർനെസ് പ്രോഗ്രാംസ്, ട്രെയിനിങ്, ട്രോമ ഇൻഫോംഡ് കെയർ അമംഗ് പ്രൊഫഷണൽസ് ഹു ഡീൽ വിത്ത് അബ്യൂസ് വിക്ടിംസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കൊരു ആസ് എ സൊസൈറ്റി ചെയ്യാൻ പറ്റുന്നത്. Of course, പക്ഷേ it's not common that it happens. പിന്നെ I think something that people fail to understand is that trauma is very subjective. ഇപ്പോൾ let's say you know an abuse victim who has depression. They went through emotional abuse as a child and now they experience depression, right? അപ്പോൾ അവർക്ക് they were diagnosed with depression. അപ്പോൾ നമ്മൾ then that turns into an idea in your head that okay, എല്ലാ അബ്യൂസ് വിക്ടിംസിനും ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എല്ലാ അബ്യൂസ് വിക്ടിംസിനും അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ കാരണം ഓരോരുത്തരും അവരുടെ ട്രോമേനായിട്ട് ഡീൽ ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ കാര്യം ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരൊറ്റ സെയിം സിറ്റുവേഷൻ തന്നെ, ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് എന്ന് വിചാരിക്കുക, ഈ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് the experience that you had and the experience that I had would be different, even though we're in the same situation, we're in the same space, we're hearing the same things, എന്നാൽ പോലും our experience of this incident will be different. അത് ഏതൊരു സിമ്പിൾ സിറ്റുവേഷൻ അങ്ങനെ. അപ്പോൾ then imagine ഒരു അബ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇമാജിൻ അത്രയും ഡിഫറൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു സിമിലർ, അതായത് ലെറ്റ്സ് സേ ഒരു അബ്യൂസ് കേസിൽ 2 വിക്ടിംസ് ഉണ്ട് ബൈ ദ സെയിം പെർപെട്രേറ്റർ. 2 പേരും അതിനായിട്ട് ഡീൽ ചെയ്യുന്നതും 2 പേര് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ
ലൈക്ക് ഐ സെഡ് ഈ നോൺ ജഡ്ജ്മെന്റൽ എന്നുള്ള കാര്യം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അസംഷൻസ് ഒരിക്കലും അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൽ നെവർ ഹോൾഡ് അപ്പ്. ഒരു നമ്മൾ അങ്ങനെ നമ്മൾ ഒരു ലൈക്ക് ഐ സെഡ് ഈ ഒരു അസംഷൻ ദാറ്റ് എവ്രി വൺ ഗോസ് ത്രൂ ദ സെയിം തിങ് അല്ലെങ്കിൽ ദിൽ ഓൾ എക്സ്പീരിയൻസ് സെയിം തിങ് ഇസ് വെരി റോങ്. ഒരിക്കലും അങ്ങനെ നടക്കില്ല. അപ്പോൾ ഐ തിങ്ക് ആ ഒരു ലൈക്ക് ഐ സെഡ് സേഫ് നോൺ ജഡ്ജ്മെന്റൽ ആൻഡ് സപ്പോർട്ടീവ് സ്പേസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഐ തിങ്ക് ആ ഒരു ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ട്രോമ ഇൻഫോംഡ് കെയറിനെ പറ്റിയിട്ട് ഈ ട്രോമ സബ്ജക്റ്റീവ് ആണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നത്, ഐ തിങ്ക് ദാറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എനിത്തിങ്. പിന്നെ ഓഫ് കോഴ്സ് ദർ ആർ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ഓർഗനൈസേഷൻസിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം ട്രൈങ് ടു ഡു മൈ പാർട്ട് വിത്ത് സ്പോട്ട്ലൈറ്റ് ബൈ ക്രിയേറ്റിംഗ് ദിസ് എൻവയൺമെൻറ്റ് ഫോർ അബ്യൂസ് വിക്ടിംസ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് ചാറ്റ് ആക്സസ് ചെയ്യാം ത്രൂ സ്പോട്ട്ലൈറ്റ്. അതിൽ ഇറ്റ്സ് 24/7 ആൻഡ് ജസ്റ്റ് ഒരു DM അയച്ചാൽ മതി, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ ദേ ഹാവ് ആക്സസ് ടു സംവൺ ഹൂസ് ബീൻ ട്രെയിൻ ടു ഡീൽ with an abuse victim and who's been trained to handle an abuse victim. അപ്പോൾ ട്രോമ ഇൻഫോം കെയറും അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഇഫ് ദേ നീഡ് ഫർദർ ഹെൽപ്പ് അത് ചെയ്യാനായിട്ടുള്ള കെയർ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് നമ്മുടെ, വിയർ വി കണക്ട് ദം ടു അതർ മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഇപ്പോൾ അവർക്ക് ഡയഗ്നോസിസ് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ റീഡയറക്റ്റ് ചെയ്യും. വി ഹാവ് നമുക്ക് ഇന്ത്യ മൊത്തം വരുന്ന ഒരു സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എല്ലാം ഉള്ള ഒരു നെറ്റ്വർക്ക് തന്നെ നമ്മുടെ ഉണ്ട്. ഇറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ. ആൻഡ് ഓഫ് കോഴ്സ് അബ്യൂസ് ഹാസ് എ ലീഗൽ സൈഡ് ടു ഇറ്റ് ആസ് വെൽ. അപ്പോൾ അതായിട്ട് അബ്യൂസ് കേസസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ലോയേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കും ഉണ്ട് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് കോഴ്സ് ഇമോഷണൽ സപ്പോർട്ട് ചാറ്റ്, പിന്നീട് ദെൻ വി ഗിവ് ദം ആക്സസ് ടു all of this, the legal side and the mental health side of it. ഇതിപ്പോൾ മെയിനായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം എങ്ങനെ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യണമെന്നായിരുന്നല്ലോ പറഞ്ഞത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കാം. അതായത് പലതരത്തിലുള്ള പലർക്കും ട്രീറ്റ്മെന്റുകൾ പലതരത്തിലാണെന്ന് ഇപ്പം നസ്മ പറഞ്ഞില്ലേ. അതിൽ തന്നെ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നവർക്കുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണമെന്നില്ല സെക്ഷലി അബ്യൂസുകൾ ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്. ഈ വിക്ടിമുകൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു അസിസ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ അവർ സ്വയമേ തന്നെ ഡീൽ ചെയ്യുന്നൊരു മെക്കാനിസമാണ് മിക്കപ്പോഴും കണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവർ സ്വയമേ തന്നെ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നൊരു മെക്കാനിസം. അവിടെ പോലും ആരെ അപ്രോച്ച് ചെയ്യണമെന്നോ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ആക്സസിബിൾ ആയിട്ടുള്ളതെന്നോ അവർക്ക് അറിയണമെന്നില്ല. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നസ്മയ്ക്ക് ഈ ഒരു വിഷയത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ കഴിയും? ഐ തിങ്ക് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ മെൻ്റൽ ഹെൽത്ത് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് അറ്റ് എ മച്ച് ബെറ്റർ സ്റ്റേജ് ദാൻ ഇറ്റ് വാസ്. ഞാൻ എൻ്റെ ഡിഗ്രി ഒക്കെ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഫീൽഡ് അല്ല ഇപ്പോൾ. ഐ തിങ്ക് ഈ ട്രോമ ഇൻഫോംഡ് കെയർ ആണെന്നുണ്ടെങ്കിലും വേറെ ടൈപ്പ് തെറപ്പീസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ട് വരുന്നൊരു സമയമാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ സർക്കിളിൽ ഞാൻ കണ്ടുവരുന്ന എൻ്റെ ഫെലോ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും വളരെയധികം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അറ്റ്ലീസ്റ്റ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രോമിസിങ് ടൈം ഫോർ മെൻ്റൽ ഹെൽത്ത് ഇൻ ഇന്ത്യ റൈറ്റ് നൗ. ഐ മീൻ പ്രോഗ്രസ് സ്ലോ ആണ്, ദാറ്റ്സ് ട്രൂ. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ എ വെരി ഹോപ്പ്ഫുൾ സ്റ്റേജ് ആണ് ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ആക്സസ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് ടു ഡു വുഡ് ബി ടു go to a counseling psychologist. I think that's a good starting point. Firstly തുടങ്ങേണ്ടത് അവിടെയാണ്. I think കാരണം then they'll help you, they'll redirect you depending on what your needs are. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ like I said നേരത്തെ trauma is very subjective and how people deal with it is subjective. The consequences that each person experiences is different. അപ്പോൾ നമുക്ക് I think അതൊരു ഓരോ ഇൻഡിവിജ്വലിനും വേറെ ആയ കാരണം it has to be properly assessed, and I think a counseling psychologist would be able to do that very well. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിവിയർ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ they'll redirect you to a psychiatrist, or if it's something that's like a bit കുറച്ചുകൂടി വേറെ ആണെന്നുണ്ടെങ്കിൽ of course they can redirect to a clinical psychologist. അല്ലാന്നുണ്ടെങ്കിൽ they can only handle. അപ്പോൾ അത് I think if you want to reach out to a professional directly, a counseling psychologist would be a good place to start. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ഒന്നാണല്ലേ? അതെ. ഐ തിങ്ക് you can have all the support in the world and still not be able to
ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് ബിക്കോസ് യു കാൺട്ട്. അതൊരു നമ്മൾ സ്വന്തം വെക്കുന്ന ബാരിയറാണല്ലോ ഏറ്റവും വലിയ ബാരിയർ. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. നമ്മളായിട്ട് വെക്കുന്ന ബാരിയറാണ് ഏറ്റവും വലുതെന്നും. അപ്പോൾ ഐ തിങ്ക് സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും a lot of people face that difficulty ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ. I think slowly but surely people are getting there. ഇപ്പോൾ കുറച്ചും കൂടിയും ആൾക്കാർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ. ആക്ച്വലി ഐ തിങ്ക് ഐ സീ എ ലോട്ട് മോർ പീപ്പിൾ ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദി അബ്യൂസ് ദാറ്റ് ദേ ഗോ ത്രൂ. ഇപ്പോൾ ബസ്സിലോ ട്രെയിനിലോ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അതിനോട് റിയാക്ട് ചെയ്യാനും അതിനെ പറ്റി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാനും ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അഫ്കോഴ്സ് നമുക്ക് സൊസൈറ്റി നല്ല പോലല്ല അതിനോട് നമ്മുടെ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ റിയാക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഐ തിങ്ക് അപ്രോപ്രിയേറ്റ്. ബട്ട് ഐ തിങ്ക് ആ ഒരു സ്പേസ് ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ആൾക്കാർക്ക് ലൈക്ക് ഐ സെഡ് ഈ വിക്ടിം ബ്ലെയിമിങ് അവിടെ വേറൊരു ഇഷ്യൂ. കാരണം ഇപ്പോൾ കാണുന്നത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ. മിക്ക ഈ നടന്ന ഇൻസിഡൻസ് ഒക്കെ എടുത്താലും വിക്ടിംസ് ഒന്ന് ഓപ്പൺ അപ്പ് ആയാൽ ആളുകളുടെ ഒരു ധാരണ അതാണ് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 minutes ഓഫ് ഫെയിം എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുള്ളൊരു റോങ് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. കാരണം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ് ടു ആക്ച്വലി ഗെറ്റ് ടു ദാറ്റ് പോയിന്റ് വെർ യു ആർ ഏബിൾ ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് യു ഹവ് ഗോൺ ത്രൂ. ബട്ട് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദാറ്റ്. ഐ തിങ്ക് അങ്ങനെ എത്തിപ്പെട്ടാലും ലൈക്ക് ഐ സെഡ് ആ ഒരു ബാരിയർ ഉണ്ടാവും നമ്മളായിട്ട് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളത്. അത് എടുത്താൽ അങ്ങനെ എടുക്കാനുള്ള ഒരു കറേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഫസ്റ്റ് പേഴ്സൺ ടു ഗോ ടു വുഡ് ബി എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ പറയുന്ന വിക്ടിംസിന് പ്രോപ്പർ ഗൈഡൻസും തെറാപ്പികളും എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ പ്രധാനമായിട്ട് റേസ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ആർക്കെല്ലാം ഇത് ലഭിക്കുന്നുണ്ട്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അഫോർഡബിലിറ്റി ഒരു മെയിൻ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഈ പറയുന്ന വിക്ടിമുകളെല്ലാം തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിംഗ് ലഭിക്കുന്നില്ല. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർക്കിതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും? ഐ തിങ്ക് ഈ ഒരു ആക്സസിബിലിറ്റി, ഈ അഫോർഡബിലിറ്റി എസ്പെഷ്യലി ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഐ തിങ്ക് the best thing would for the government to be for taking some action. ഗവൺമെൻറ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ആക്ച്വലി ബെസ്റ്റ്. കാരണം അതിനായിട്ടുള്ള ലൈക്ക് കാര്യം പ്രോബോണോ തെറപ്പി അല്ലെങ്കിൽ പ്രോബോണോ ലീഗൽ എയ്ഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഓൾസോ ഷുഡ് ബി കൈൻഡ് ഓഫ് അവർക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും പേയ്മെൻറ്റും at the end of the day you need money I think. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റായിട്ട് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസ് ഇതുപോലത്തെ NGOs എടുക്കുന്ന ഒരു പ്രോബോണോ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതവിടെ വേണ്ടത്. അഫോർഡബിലിറ്റി എന്താ പറയുക എന്നുള്ളൊരു പ്രശ്നം ഡീൽ ചെയ്യാൻ ആക്ച്വലി ദ ബെസ്റ്റ് പ്ലേസ് ടു ഗോ വുഡ് ബി ദ ഗവൺമെൻറ്. അത് അവരായിട്ട് തന്നെ എടുക്കുന്ന ഒരു ആക്ഷൻ ആയിരിക്കും ഇതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുണ്ടാവുക. പക്ഷെ of course there are lots of organizations in India right now who are offering pro bono therapy. Pro bono therapy എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തെറപ്പി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സാധാരണക്കാർക്ക് എവിടെ ചെന്നാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് തെറാപ്പിയും ട്രീറ്റ്മെൻറ്റും അവർക്ക് ഈ പറയുന്ന ഈ ഒരു അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നം കാരണം അവർക്ക് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. നിലവിൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാൽ സാധാരണക്കാർക്ക് ഈ പറയുന്ന ഈ ഒരു ആക്സസിബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് ചലഞ്ചസ് ആണെങ്കിലും ഈ പറയുന്ന അബ്യൂസ്ഡ് വിക്ടിമുകളാണെങ്കിലും അവരിത് ഉള്ളിൽ തന്നെ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത്. ഇത് ലീഡ് ചെയ്യുന്ന മറ്റു കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവർക്കെല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നിലവിൽ ഇവിടെ ഉണ്ടോ? നിലവിൽ ആക്ച്വലി ലൈക്ക് ഐ സെഡ് ദ ഹെൽപ്പ് would be I mean see like I said ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഐ തിങ്ക് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് വെരി സ്ലോ. അത് കാരണം ട്രൂത്ത് ബി ടോൾഡ് അങ്ങനത്തെ ഒരു നല്ല എൻവയൺമെൻറ്റ് ഇവിടെ ഇല്ല ആക്ച്വലി. അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരൊറ്റ സ്ഥലത്ത് പോയി വരാനുള്ള ഒരു അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് അല്ല നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ചും പിന്നെ ലൈക്ക് ഐ സെഡ് ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇറ്റ്സ് നോട്ട് പക്ഷേ ഓഫ്കോഴ്സ് പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ. അഗൈൻ വിത്ത് സ്പോട്ട് ലൈറ്റ് as well. നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസ് കൊണ്ടുവരുന്നത് ഇനിയും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആൾക്കാർക്ക് ആ ഒരു
നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു ഓപ്ഷൻ വെക്കാൻ കാരണം തന്നെ ഈ ആക്സസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതായത് ഇൻസ്റ്റാഗ്രാം എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ, നമ്മൾ അത് വിചാരിച്ചിരുന്നു. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, അതായത് ചിലവർക്ക് സിം ഉണ്ടാവില്ല, അങ്ങനത്തെ യുനോ ചിലവർക്ക് ഇൻ്റർനെറ്റ് ഇഷ്യൂ, അങ്ങനത്തെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം ഇങ്ങനെ ആലോചിച്ചപ്പോൾ, പ്രത്യേകിച്ചും കുട്ടികൾ എന്നുകൂടി ചിന്തിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് 13-14 വയസ്സുള്ള കുറേ ആൾക്കാർ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സിം കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ അടുത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓക്കെ പിന്നെ ഞാൻ കുറച്ച് റീസെർച്ച് നടത്തി. ഒബ്വിയസ്ലി ഏറ്റവും ബെസ്റ്റ് ആക്സസിബിലിറ്റി കൂട്ടാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് കണ്ടത് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ടാണ് സ്പോട്ട് ലൈറ്റിൻ്റെ ഒരു ആക്സസ് പോയിന്റ് ഇൻസ്റ്റാഗ്രാം ആക്കിയത്. കാരണം ഒരൊറ്റ ഒരു ഡി എം ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തത് ഓൺലൈനായിട്ട്. കാരണം അവർക്കൊരു ഡി എം ചെയ്താൽ ദിൽ ഗെറ്റ് ദ ഹെൽപ്പ് ദ ദേ നീഡ്. അവർക്ക് വേണ്ട ഇൻഫർമേഷൻ, അവർക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്താണ് അവരുടെ ഓപ്ഷൻസ് ഉള്ളത്, എന്തൊക്കെ ഹെൽപ്പാണ്, അവർക്കൊരു അവരുടെ സ്റ്റോറി ഷെയർ ചെയ്യാനൊരു സ്പേസ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചത്. ഓക്കെ. അപ്പോൾ അതാണ് ആക്സസിബിലിറ്റിയുടെ ഒരു പോയിന്റ് എന്ന് പറയാൻ അതാണ്.